അപ്പോൾ നമ്മൾ പിസ്സ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയ ശേഷം നമ്മൾ അന്ന് ഉച്ചയ്ക്ക് ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിസ്സയിൽ നിന്ന് ഏകദേശം ഒരു 1.5 to 2 hours ഉണ്ട് ഫ്ലോറൻസിലേക്ക്. ഇപ്പോൾ ഫ്ലോറൻസ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണ്. ഈ ബാഗും ഈ ബെൽറ്റും എല്ലാം ലെതറിൻ്റെ സാധനങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമേ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വെൽക്കം ചെയ്ത ഈ ഒരു മാർക്കറ്റാണ്. ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റാണ് ഫേമസ് ആയിട്ട്. ആൻഡ് ഇവിടെ മൊത്തവും ബാഗായിരുന്നു കേട്ടോ. അപ്പോഴേ നമുക്കൊരു ഡൗട്ട് അടിച്ചു, എന്താ ഇത്ര പ്രത്യേകത എന്ന്. അത് കണ്ട് നമ്മൾ നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. കാരണം ഏകദേശം സമയം 3 മണിയായി, വിശന്നിട്ട് വയ്യായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു സ്ട്രീറ്റിലേക്ക് പോയപ്പോൾ അടുത്ത് അവിടെ വീണ്ടും ബാഗുകൾ തന്നെ, ലെതർ ബാഗ്. അങ്ങനെയാണ് ആ സത്യം മനസ്സിലാക്കിയത്. ഫ്ലോറൻസ് ഇസ് നോൺ ഫോർ ലെതർ ബാഗ്സ്. അങ്ങനെ അവിടെ നിന്നൊരു ബാഗ് മേടിച്ചു. ആൻഡ് ഈ ഒരു വ്യൂ കണ്ടോ, എന്തു ഭംഗിയാന്ന് നോക്കിയേ. ഇത് ഫ്ലോറൻസിൻ്റെ ഫേമസ് കത്തീഡ്രലാണ് കേട്ടോ. അതിൻ്റെ ഒരു ബാക്ക് സൈഡാണിത്. അപ്പം നമ്മൾ ആ ബാഗ് ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 2.5 hours ബാഗ് ഷോപ്പിൽ ബാഗ് മേടിക്കാൻ എടുത്തു. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ 5 മണിയായി. അതാണ് ഇത്രയും ഒരു ഇരുട്ട്. ആൻഡ് എന്തു ഭംഗിയല്ല ഈ ഒരു സ്കൈ ബ്ലൂ കാണാൻ. ആൻഡ് ആ കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് വ്യൂവും ആ ഒരു സ്കൈ ബ്ലൂവും കൂടെ ആയപ്പം സൂപ്പറായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ക്യാപ്ചർ ചെയ്തത്. ഈ കത്തീഡ്രലിൻ്റെ ഒരു ഭാഗം മൊത്തവും ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് വച്ച് പിടിച്ചു. ആൻഡ് 2 സൈഡിലും ഫുൾ ഷോപ്സ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാൻ. ആ ഒരു ക്രിസ്മസ് വൈബിൽ ലൈറ്റ്സും ഒക്കെ കൂടെ ആയപ്പം സംഗതി പെർഫെക്റ്റ്. ആൻഡ് വീണ്ടും മെരുഗോ റൗണ്ട് കണ്ട് മീനാക്ഷി വീണ്ടും കയറിയിരിക്കുവാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫ്ലോറൻസിൻ്റെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. വിഷ്വൽ മ്യൂസിയം എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫേമസ് ആയിട്ടൊരു സ്റ്റാച്യു ഉണ്ട്. ഇത് മൈക്കിൾ ആഞ്ചലോ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റ് നിർമ്മിച്ച ഡേവിഡ് എന്ന് പറയുന്ന സ്റ്റാച്യു ആണ്. ഈ ഒരു സ്റ്റാച്യു കാണാൻ വേൾഡിൽ എല്ലാവരും തന്നെ ഇറ്റലിയിൽ വന്നാൽ ഫ്ലോറൻസിൽ വന്ന് ഈ സ്റ്റാച്യു കണ്ടിട്ടേ പോകാറുള്ളൂ. ഈ മ്യൂസിയം എന്ന് പറയുന്ന ഒരു വിഷ്വൽ മ്യൂസിയമാണ്. ഇതിനകത്ത് മൈക്കിൾ ആഞ്ചലോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ പല ക്രിയേഷൻസാണ് ഇതിൻ്റെ അകത്ത് മൊത്തവും. ഇതിവിടുത്തെ വിഷ്വൽ മ്യൂസിയമാണ് കേട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് മൊത്തവും മൈക്കിൾ ആഞ്ചലോയുടെ തന്നെ പല ക്രിയേഷൻസും സ്റ്റാച്യൂസും ഒക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഈ ഒരു റിവർ ബ്രിഡ്ജിലേക്കാണ്. ഈ റിവർ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും ഫുൾ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റിവറിൻ്റെ സൈഡിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് രാത്രി നമ്മൾ ട്രെയിൻ പിടിച്ച് നേരെ റൂമിലേക്ക് പോയി.